നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹം ബഹുമാനിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഹേമ കമ്മിറ്റിക്ക് ഗുരുതര സ്വഭാവമുള്ള മൊഴികളാണ് ലഭിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ട്. മൊഴി നൽകാനെത്തിയ നടന്മാരിൽ ഒരാൾ കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. വളരെ കുറച്ച് നടന്മാരാണ് കമ്മിറ്റിക്ക് മുമ്പിൽ എത്തിയത്. ഇതിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടും. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിലേറെ തവണ മൊഴി നൽകി. മമ്മൂട്ടിയും മോഹൻലാലും ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരായിരുന്നു. ഇതിനു പുറമെ ഇടവേള ബാബുവിനെയും ബാബുരാജിനെയും ഹേമ കമ്മിറ്റി വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സമാന രീതിയിൽ ഹേമ കമ്മിറ്റി വിളിപ്പിക്കുകയായിരുന്നു. ഇവർക്ക് പുറമെ കുഞ്ചാക്കോ ബോബനും കമ്മീഷന് മുന്നിൽ എത്തിയിരുന്നു. നടനും MLA-യുമായ മുകേഷും മൊഴി നൽകിയെന്നാണ് സൂചന. ഈ നടന്മാരിൽ ആരാണ് കരഞ്ഞതെന്ന് ഇനിയും വ്യക്തമല്ല. മൊഴികൾ പുറത്തു വന്നാൽ ഇതിലും വ്യക്തത വരും. അതിനിടെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് കമ്മിറ്റിയെങ്കിൽ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളെയും സ്ത്രീകളെയും ഹേമ കമ്മിറ്റി വിളിക്കണമെന്ന അഭിപ്രായവും സജീവമാണ്. സിനിമാ താരങ്ങളുടെ ഏറ്റവും വലിയ സംഘടന അമ്മയാണ്. ഈ സംഘടനയിലാണ് മഹാഭൂരിപക്ഷം വരുന്ന നടിമാരുമുള്ളത്. ഈ സംഘടനയിലൂടെ അവരുടെ അംഗങ്ങളുടെ നിലപാട് കമ്മീഷൻ തേടിയില്ലെന്നതും ചിലർ വിമർശനം വിധേയമാക്കുന്നുണ്ട്. ഏതായാലും പരാതി ആരെങ്കിലും നൽകിയാലേ കേസെടുക്കൂവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും സിനിമാ മേഖലയെ സർക്കാർ പ്രതിസന്ധിയിലാക്കില്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. ഇതിനിടെയാണ് രഞ്ജിത്തിനെതിരെ ഉയർന്ന പരസ്യാരോപണം. ലേഡി സൂപ്പർ സ്റ്റാറിന്റെ മൊഴിയിൽ മറ്റ് താല്പര്യങ്ങൾ കാണുന്ന ഹേമ കമ്മിറ്റി തങ്ങൾക്ക് മുന്നിൽ മൊഴി പറയാൻ എത്തിയ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ വിശദീകരിക്കാത്തത് എന്തെന്ന ചോദ്യവും ഈ റിപ്പോർട്ടിനെ എതിർക്കുന്നവർ ചർച്ചയാക്കും. സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി 233 പേജുകളുള്ള റിപ്പോർട്ട് കൈമാറാനുള്ള വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മൊഴിപ്പകർപ്പുകളും അതിന്റെ അനുബന്ധവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് തൽക്കാലം സർക്കാർ പുറത്തുവിടില്ല. അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കൈമാറണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സ്വാഗതാർഹമാണെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. 2022 മുതൽ തൊഴിലിടങ്ങളിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപയിലേറെ പ്രതിഫലം വാങ്ങുന്ന നടന്മാരുമായി കരാറിൽ ഏർപ്പെടുന്നുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ ജോസഫ്, സെക്രട്ടറി B രാകേഷ് എന്നിവർ പറഞ്ഞു.